യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഇലക്ട്രിക് ഡൈപോളിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾക്ക് ഡിറൈവ് ചെയ്യണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോളിനെ എവിടെയാണ് വെച്ചിട്ടുള്ളത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇലക്ട്രിക് ഫീൽഡിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി, സ്ട്രെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പൊ സപ്പോസ് ഒരു ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ബിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ, യൂണിഫോം ആണെങ്കിൽ, അങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഡൈപോൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യൂ എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഈ ഇന്റൻസിറ്റിയുള്ള ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്താണ് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ? F is equal to Q into E. When a charged particle having charge Q is placed in an electric field of intensity E, it will experience a force F is equal to QE. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ചാർജ്ഡ് പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ, പ്ലസ് ക്യൂ ആണെങ്കിൽ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. എന്നാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ മൈനസ് ക്യൂ ചാർജ് ആണെങ്കിലോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷെ ഇവിടെ നെഗറ്റീവ് ക്യൂ ചാർജും പോസിറ്റീവ് ക്യൂ ചാർജും അടങ്ങുന്ന സിസ്റ്റം, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ആ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇലക്ട്രിക് ഡൈപോൾ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ ലൈനിലും. ആ ഇലക്ട്രിക് ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഡൈപോൾ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഇലക്ട്രിക് ഡൈപോൾ ടെൻഡ് ടു റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിനെ വെച്ചത് എവിടെയാണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾക്കറിയാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ എങ്ങനെയുണ്ടാവുക? ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ പാരലൽ ടു ഈച്ച് അതർ ആണെങ്കിൽ, എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പാരലൽ ആണെങ്കിൽ അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഞാൻ AB എന്ന ഇലക്ട്രിക് ഡൈപോളിനെ വെച്ചിട്ടുള്ളത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഫീൽഡ് ലൈൻസ് ഒക്കെ പാരലൽ ആണ്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണെന്ത്? ക്യാപിറ്റൽ E. ഫീൽഡ് ലൈൻസ് ഒക്കെ പാരലൽ ആയതുകൊണ്ട് ഇത് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ആണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്താണ്? സെയിം ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും ക്യാപിറ്റൽ E ആയിരിക്കും. ബി എന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും എത്ര തന്നെ ആയിരിക്കും? ക്യാപിറ്റൽ E ആയിരിക്കും. ഇവിടെ എയിൽ ആരാണുള്ളത്? മൈനസ് ക്യൂ. ബിയിൽ ആരാണുള്ളത്? പ്ലസ് ക്യൂ. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. അപ്പൊ AB എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ ആണ്. എയിൽ ആരാണുള്ളത്? മൈനസ് ക്യൂ ചാർജ്. അപ്പൊ മൈനസ് ക്യൂ ചാർജിനെ ഈ ഇന്റൻസിറ്റി ഉള്ള ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടാണ് ഉള്ളത്. അത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മൈനസ് ക്യൂ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. എത്രയാണ് മാഗ്നിറ്റ്യൂഡ്? F is equal to Q into E. അപ്പൊ നെഗറ്റീവ് ക്യൂ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണുള്ളത്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ക്യൂ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? Q into E. രണ്ടാമത് പ്ലസ് ക്യൂ ചാർജ്, അത് ഈ ഇലക്ട്രിക് ഫീൽഡിലെ B എന്ന് പറയുന്ന പോയിന്റിലാണ് വെച്ചിട്ടുള്ളത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ബിയിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര തന്നെയാണ്? ക്യാപിറ്റൽ E ആണ്. അപ്പൊ Q എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജിനെ ക്യാപിറ്റൽ E ഇന്റൻസിറ്റി ഉള്ള ഫീൽഡിൽ വെച്ചപ്പോൾ
അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും F is equal to QE ആണ്. പക്ഷെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ്. അതായത് പ്ലസ് ക്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കായിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? Q into E. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ QE എന്ന് പറയുന്ന ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അലോങ് ദിസ് ഡയറക്ഷൻ. ബി എന്ന് പറയുന്ന പോയിന്റിൽ QE എന്ന് പറയുന്ന ഫോഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അലോങ് ദിസ് ഡയറക്ഷൻ. അപ്പൊ ഈ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസിനെ നമ്മൾക്ക് കപ്പിൾ എന്ന് പറയാം. മൊമെന്റ് ഓഫ് കപ്പിൾ അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ആ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകൾ മൂലം ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ത് ചെയ്യും? ഈ ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യും. ആ ഫോഴ്സിന്റെ റൊട്ടേഷണൽ എഫക്റ്റ്, മൊമെന്റ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് കപ്പിൾ, അതിനെയാണ് എന്ത് പേര് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ആ ടോർക്കിന്റെ ഇക്വേഷൻ ആണ് നമ്മൾക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ perpendicular distance between the line of action of the forces. Perpendicular distance means perpendicular distance between line of action of the forces. ഇവിടെ രണ്ട് ഫോഴ്സുകളാണുള്ളത്. പ്ലസ് ക്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും മൈനസ് ക്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും. അപ്പൊ ഈ രണ്ട് ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷനുകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓക്കെ എത്രയാണത് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ മൈനസ് ക്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് പ്ലസ് ക്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൽ നിന്നും അവിടത്തേക്ക് എന്ത് വരക്കുകയാണ്? പെർപെൻഡിക്കുലർ വരക്കുന്നു. ആ പെർപെൻഡിക്കുലറിന് ഞാൻ BC എന്ന് പേര് കൊടുക്കുന്നു. BC ആണ് ഈ ഇക്വേഷനിൽ പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആരാണ്? BC ആണ്. ഇനി ഈ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലേക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് വെക്ടർ P, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ആ ഡൈപോൾ മൊമെന്റ് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആര്? തീറ്റ അല്ല, ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ നമ്മൾക്ക് എന്തായിട്ട് എടുക്കാം? തീറ്റ എന്നെടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ F ഇൻറ്റു ആരാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? BC ആണ്. F ഇൻറ്റു BC. ഇനി നമ്മൾ ACB എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണെന്ന് നോക്കിയേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആരാണ് ഓപ്പോസിറ്റ് സൈഡ്? BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാണ്? AB. AB എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ ലെങ്ത്, അത് 2a ആണ്. BC by 2a. Therefore BC is equal to നമുക്ക് എന്ത് എഴുതാം? 2a into sin theta. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? F ഇൻറ്റു BC ക്ക് പകരം 2a sin theta. എന്താണ് F? ഈ ഇലക്ട്രിക് ഡൈപോളിലെ പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അത് എത്രയാണ്? QE ആണ്. അപ്പൊ നമുക്ക് F ന് വരെ എന്ത് കൊടുക്കാം? QE ഇൻറ്റു 2a sin theta എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ Q ഇൻറ്റു 2a ഇൻറ്റു E sin theta. What is Q into 2a? ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത്. അതെന്താണ്? ഡൈപോൾ മൊമെന്റ് P ആണ്. ഇൻറ്റു E sin theta. ഇതാണ് നമ്മുടെ ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ്. ടോർക്ക് ഈസ് ഈക്വൽ ടു PE sin theta, or we can write in vector form vector torque is equal to vector P cross vector E. P cross E അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ആര്? P into E into sin theta. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് വെക്ടർ A cross vector B is equal to AB sin theta ആണ്. അവിടെ തീറ്റ എന്താണ്? വെക്ടർ എക്കും വെക്ടർ ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്?
വെക്ടർ പി ക്രോസ് വെക്ടർ ഇ ഓർ പി ഇ സൈൻ തീറ്റ. ഇവിടെ പി ഡൈപോൾ മൊമെന്റ്, ഇ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, തീറ്റ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനും ഇടയിലുള്ള ആംഗിൾ. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ ആണ് വെക്ടർ ടോ ഈക്വൽസ് വെക്ടർ പി ക്രോസ് വെക്ടർ ഇ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ടോ ഈക്വൽസ് പി ഇ സൈൻ തീറ്റ. പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് വെക്ടർ ആണ്, ഇ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്, തീറ്റ ഇവർക്കിടയിലുള്ള ആംഗിൾ ആണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൽ നമുക്ക് 3 സ്പെഷ്യൽ കേസുകൾ പഠിക്കാം. ഫസ്റ്റ് കേസ്, കേസ് 1, when theta equals 0 degree. പീക്കും ഇക്കും ഇടയിലുള്ള ആംഗിൾ, വെക്ടർ പീക്കും വെക്ടർ ഇക്കും ഇടയിലുള്ള ആംഗിൾ, ഡൈപോൾ മൊമെന്റ് വെക്ടറിനും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക്? അതായത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഡൈപോളിനെ വെച്ചിട്ടുള്ളത്. -q + q. ഡൈപോളിനെ വെച്ചിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ -qയിൽ നിന്ന് +qയിലേക്കാണ്. ഇതാണ് വെക്ടർ പിയുടെ ഡയറക്ഷൻ. അത് ആരുടെ അതേ ഡയറക്ഷനിലാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ സിറ്റുവേഷനിലാണ് പിയും ഇയും ഒരേ ഡയറക്ഷനിൽ വരുന്ന ഈ സിറ്റുവേഷനിലാണ് ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ എത്രയാവുന്നത്? 0 ഡിഗ്രി ആവുന്നത്. അങ്ങനെ ആവുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു എന്താ വരിക? എന്താ ടോർക്കിന്റെ ഇക്വേഷൻ? പി ഇ സൈൻ തീറ്റയാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? പി ഇ സൈൻ 0 എന്ന് വരും. സൈൻ 0ന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് ടോ ഈസ് ഈക്വൽ ടു നമുക്ക് പി ഇ ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് വെച്ചതെങ്കിൽ വെക്ടർ പിക്കും വെക്ടർ ഇക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ വാല്യൂ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഇലക്ട്രിക് ഡൈപോൾ വെക്കുന്നതെങ്കിൽ അതെന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇനി കേസ് 2, രണ്ടാമത്തെ കേസ്. കേസ് 2, തീറ്റ ഈക്വൽസ് 180 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. എന്താണ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്കിൽ ഇതിന് ആന്റി പാരലൽ ആയിട്ട്, അതായത് ഇവിടെ -q ചാർജും ഇവിടെ +q ചാർജും. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ -qയിൽ നിന്ന് +qയിലേക്ക് ഇങ്ങോട്ടേക്ക് വരിക, വെക്ടർ പിയുടെ ഡയറക്ഷൻ. അത് വെക്ടർ ഇയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. ഈ സിറ്റുവേഷനിലാണ് തീറ്റ എത്രയാവുക? 180 ഡിഗ്രി ആവുക. അങ്ങനെ ആവുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു എന്താ വരിക? പി ഇ സൈൻ 180. സൈൻ 180യുടെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും ടോ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? 0 എന്നാ കിട്ടുക. ഈ രണ്ട് സിറ്റുവേഷനിലും ഈ രണ്ട് കേസുകളിലും ഇലക്ട്രിക് ഡൈപോൾ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് കേസിൽ ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ്, അതായത് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. രണ്ടാമത്തെ കേസിൽ ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡിന് ആന്റി പാരലൽ ആയിട്ടാണ്, അതായത് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ഈ രണ്ട് കേസിലും ഇലക്ട്രിക് ഡൈപോൾ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ കേസ്, കേസ് 3, തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വെക്ടർ പിക്കും വെക്ടർ ഇക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി, അല്ലെങ്കിൽ വെക്ടർ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഡൈപോൾ വെച്ചിട്ടുള്ളത്. വെക്ടർ പിയുടെ ഡയറക്ഷൻ വെക്ടർ ഇക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ടാണ് തീറ്റ 90 ഡിഗ്രി ആയത്. അതായത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് -q ചാർജും ഇത് +q ചാർജും. ഇതാണ് അപ്പോൾ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ വരിക, വെക്ടർ പിയുടെ ഡയറക്ഷൻ. ഇത് വെക്ടർ ഇയുടെ ഡയറക്ഷൻ. ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ സിറ്റുവേഷനിൽ ടോ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? പി ഇ സൈൻ 90 എന്നാണ് വരുന്നത്. സൈൻ 90 എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ ടോ ഈക്വൽ ടു പി ഇ ഇൻറ്റു 1 അല്ലെങ്കിൽ പി ഇൻറ്റു ഇ എന്ന് കിട്ടും.
ഇതാണ് ടോർക്ക് എക്സ്പീരിയൻസ് ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ മാക്സിമം വാല്യൂ ടോ ഈക്വൽ ടു PE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാലാണ്. ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വെച്ചാലും ഇലക്ട്രിക് ഫീൽഡിന് ആന്റി പാരലൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാലും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിന്റെ വാല്യൂ 0 ആണ്. ക്ലിയർ?